വേറെ എന്താ ഇന്ന് ബ്രസീൽ മൊറോക്കാണ്. എന്താണ് സ്ഥിതി? ഗംഭിച്ച മത്സരം നടക്കും. അർദ്ധരാത്രിയാണ് കളി. അപ്പം പിന്നെ അമേരിക്കയിലാണല്ലോ കളി നടക്കണത്. ബ്രസീൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. പോലെ വൻകരയെന്നാണ് കളി നടക്കണത്. ബ്രസീലിന്റെ രാഷ്ട്രമാണ് അമേരിക്ക. അപ്പം പിന്നെ മൊറോക്കോനെ സംബന്ധിച്ച് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ടീമാണ്. ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീൽ ഇപ്പൊ ലോകകപ്പ് യോഗ്യതയിൽ കുറച്ച് മങ്ങിട്ടേ. അതിലാണ് കാർലോസ് ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ കോച്ചിനെ തിരിച്ചു വന്നത് ബ്രസീലിന്റെ. അതുപോലെ ഒരു ആലീസനും ബെഡേഴ്സനും ഗോൾ കീപ്പർമാരുണ്ട്. അവിടെ അലസാൻഡോ ഉണ്ട്, ഗബ്രിയേൽ മഗലാസ് ഉണ്ട്, മാർക്കിൻയോയ്സ് ഉണ്ട്, ബൂണോയുണ്ട്, സാന്റോസ് ഉണ്ട്, വെസ്ലിയും ഉണ്ട്, കാശ്മീറയുണ്ട്, ലൂക്കാസ് പക്കാറ്റയുണ്ട്, അതുപോലെ റാഫീനോയുണ്ട്, വിനീസസ് ഉണ്ട്, നെയ്മറിന്റെ അവസാന ലോകകപ്പ് ലിയോ ടിസ്റ്റ് ഉണ്ട്, ഡാനിലോയുണ്ട്, മുറിലോയുണ്ട്, മത്യാസ് കുഞ്ഞുണ്ട്, എൻട്രിക്ക് ഒരു യുവ താരാണ്. അപ്പൊ ഓലൊക്കെ അടുക്കുന്ന ബ്രസീൽ ഇന്ന് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. കാരണം ബ്രസീൽ അവസാന ലോകകപ്പ് കിട്ടിയ 2002 ബ്രസീൽ കൊറിയ ലോകകപ്പിൽ അത് ജർമ്മനിയെ പരാജയപ്പെടുത്തി. അപ്പം ഈ അതിന് ശേഷം ഒരു കിരീടം കിട്ടിയില്ല. അവിടെ നെയ്മറിന്റെ അവസാന ലോകകപ്പാണ്. പക്ഷെ ചിലാറക്കാരല്ല, മൊറോക്കോ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനക്കാരാണ് വേൾഡ് കപ്പിൽ. അത് മാത്രമല്ല ഇപ്പൊ ആഫ്രിക്കൻ ഏഷ്യ കപ്പിൽ സെനഗലിനെ ടൈം ബേക്കർ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാര്. പിന്നെ മൊറോക്കോ മുഹമ്മദ് ഹാബി എന്ന കോച്ചാണ്. യാസിൻ ബോനോയുണ്ട്, നാഫാക്കുണ്ട്, ജവാദ് അൽ ജാമിനുണ്ട്, ആടം മസ്ലയുണ്ട്, അന സലയുണ്ട്, സോഫി നബറാത്തുണ്ട്, അസർഫ് അക്കീമി ഉണ്ട്, യൂസുഫ് വലമാറിയുണ്ട്, മുഹമ്മദ് സിബിയുണ്ട്, മസ്നി ഒക്കെ ഉണ്ട്. ഈ അക്കീമി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യമായ കളിക്കാരാണ് അക്കീമി. അപ്പം അതുകൊണ്ട് മൊറോക്കോനെ സംബന്ധിച്ചോളം ബ്രസീലിനെ സമനില കിട്ടിയാലും മൊറോക്കോക്ക് വിജയ. മൊറോക്കോ ചില്ലറക്കാരല്ല. അപ്പൊ ബ്രസീലിനെ തളച്ച് ബ്രസീലാണല്ലോ പാരമ്പര്യത്തിൽ മുന്നിൽ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ബ്രസീൽ ആദ്യത്തെ മത്സരം മൊറോക്കാണ്. അതുകൊണ്ട് ബ്രസീൽ പിന്നെ ആ മത്സരം ഒന്ന് സ്കോട്ട്ലൻഡാണ്, ഒന്ന് പിന്നെ എയ്റ്റി പിന്നെ ബ്രസീൽ ഗ്രൂപ്പിൽ. അപ്പൊ ഇന്നടുത്ത ആദ്യത്തെ കടുപ്പേറിയ മത്സരത്തിൽ ശക്തമായ മൊറോക്കോയിലെ ശക്തമായ ടീമാണ്. അതുപോലെ കടുത്ത പോരാട്ടം ഉണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ബ്രസീൽ ചെറിയൊരു മുൻതൂക്കം ഞാൻ കാണുന്നുണ്ട്. വിനീഷ്യസ് റാഫീഞ്ഞ ഒക്കെ ഫോർവേഡ് ഉണ്ട്. മൊറോക്കോ പിടിച്ചു കെട്ടിയ മൊറോക്കോക്ക് വിജയമാണ്. സമീന്റെ ആയാലും ബ്രസീലും തളച്ചിട്ടായാലും ബ്രസീലാണല്ലോ മുന്നിലുള്ള മൊറോക്കോ ചില്ലറക്കാരല്ല മൊറോക്കോ ആഫ്രിക്കൻ ആണ്. ബ്രസീൽ കടുത്ത പോരാട്ടം ഉണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ചെറിയൊരു മുൻതൂക്കത്തിൽ പക്ഷെ സമനിലക്കായിരിക്കും മൊറോക്കോ ശ്രമിക്കാൻ സാധ്യത. മൊറോക്കോക്കാരുടെ ചെറാനല്ലേ ഞാൻ പറയുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെയാണ് സാധ്യത.